കോവിഡ് രോഗികൾക്കും പോസ്റ്റൽ ബാലറ്റ് അനുവദിക്കുക. ജയ് ജയ് ഭാരത് മാതാ. ജയ് ബിജെപി. ജയ് ജയ് ബിജെപി. മണ്ഡലം ജനറൽ സെക്രട്ടറി ശശികുമാർ ലക്ഷ്മണൻ. പോസ്റ്റ് ബാലറ്റ് പേപ്പർ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് ബിജെപി ഒരു പ്രതിഷേധ സംഗമം രക്തസാക്ഷി മണ്ഡപത്തിൽ നടക്കുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ശ്രീ സുരേഷ് കാക്കര, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ബിജെപി ജില്ലാ കമ്മിറ്റി അംഗം കെ വി വിശ്വനാഥൻ, ബിജെപി മണ്ഡലം ദിനേശ്, പ്രസാദ്, മണികണ്ഠൻ, മറ്റ് ജനാധിപത്യ വിശ്വാസികളെ നമസ്കാരം. ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെയാണ് ഈ കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭയിലെ വരണാധികാരി തീർത്തും രാഷ്ട്രീയ പക്ഷാപാതപരമായി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പാലക്കാട് നഗരസഭയിലെ 26 മുതൽ 52 വരെ വരുന്ന വാർഡുകളുടെ വരണാധികാരി ഈ പാലക്കാട് നഗരസഭാ പരിധിയിലെ കോവിഡ് രോഗികൾക്കും അതുപോലെ തന്നെ അവരുടെ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽപ്പെട്ട് നിരീക്ഷണത്തിൽ കഴിയുന്നവർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചിട്ടുള്ള സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റ് അനുവദിക്കുന്നതിൽ രാഷ്ട്രീയ വിവേചനം കാണിച്ചിട്ടുണ്ട് എന്ന കാര്യം വളരെ വ്യക്തമാണ്. ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് 7-ാം തീയതി തന്നെ ആശാ വർക്കർമാരിലൂടെ DMO വഴി നിയമം അനുശാസിക്കുന്ന എല്ലാ നടപടിക്രമങ്ങളും പാലിച്ച് ഈ കോവിഡ് രോഗികളും നിരീക്ഷണത്തിലുള്ളവരും പോസ്റ്റൽ ബാലറ്റിന് അപേക്ഷിച്ചിരുന്നു. 8-ാം തീയതി തന്നെ വരണാധികാരിയുടെ കൈവശം ഈ അപേക്ഷ എത്തിയതിന് എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ അവർക്ക് പോസ്റ്റൽ ബാലറ്റ് അനുവദിക്കുന്നതിൽ രാഷ്ട്രീയ പക്ഷപാതം ഈ വരണാധികാരി കാണിച്ചിട്ടുണ്ട്. അവർ BJP-ക്കാരാണ് എന്ന ഒരു കാരണം കൊണ്ട് മാത്രം അവർക്ക് സമ്മതിദാനാവകാശം നിഷേധിച്ച ഭരണാധികാരിയുടെ നടപടി അത്യന്തം പ്രതിഷേധാർഹമാണ്. ഈ രാജ്യത്തെ സുതാര്യവും നിഷ്പക്ഷവും നീതിപൂർവവും നടത്തേണ്ട ആ തെരഞ്ഞെടുപ്പ് ഭരണകക്ഷിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് അട്ടിമറിക്കുന്ന സമീപനമാണ് ഭരണാധികാരി സ്വീകരിക്കുന്നത്. അതുമാത്രമല്ല, ഇക്കഴിഞ്ഞ ദിവസം നടന്ന സ്ഥാനാർത്ഥിയുടെ യോഗത്തിൽ കേരളത്തിലെ മറ്റേതൊരു സ്ഥലത്തും കാണാത്ത രീതിയിൽ പാലക്കാട് ജില്ലയിൽ കൗണ്ടിങ്ങിന് ആരെങ്കിലും ഒരാളെ മാത്രമേ അനുവദിക്കുള്ളൂ. അതായത് സാധാരണഗതിയിൽ സ്ഥാനാർത്ഥിക്കും സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് ഏജന്റിനും അതുപോലെ തന്നെ കൗണ്ടിംഗ് ഏജന്റിനും കൗണ്ടിംഗ് ടേബിളിൽ ഹാജരാകാമെന്ന് നിയമം അനുശാസിക്കുമ്പോൾ മറ്റ് ജില്ലകളിൽ നിന്നും വ്യത്യസ്തമായി പാലക്കാട് മണ്ഡലത്തിൽ പാലക്കാട് നഗരസഭയിൽ മാത്രം ഈ 3 പേരിൽ ആരെയെങ്കിലും ഒരാളെ മാത്രമേ അനുവദിക്കുള്ളൂ എന്ന തരത്തിൽ വിചിത്രമായ ചില നിർദ്ദേശങ്ങളാണ് ഭരണാധികാരിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്.